അപ്പം നമുക്ക് ഇതാ ഞാനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ആ എണ്ണ അതിന് മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം, നിരപ്പാക്കി വയ്ക്കാം. അപ്പോൾ അച്ചാർ റെഡി. ഞാനിന്ന് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക, എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കപ്പോൾ പപ്പക്കായ അച്ചാറുണ്ടാക്കാം. ഞാൻ പപ്പക്കായ അരിഞ്ഞ് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, നമുക്ക് പിന്നീട് ഉപ്പിടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകിട്ടു ഞാൻ. കടുകിട്ടു. രണ്ട് തരി ഞാൻ ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കടുക് ഇടുന്നുണ്ട്. മുളക്, പച്ചമുളക്, ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം. എല്ലാം കൂടിയിട്ട് നമുക്ക് വഴറ്റണം. എല്ലാം കൂടിയിട്ടിട്ട് വഴറ്റാം. അല്പം കായം ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഞാൻ എന്നിട്ട് ഉലുവപ്പൊടി ഇടും. കായം കുറച്ച് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഇനി ലാസ്റ്റിൽ ഞാൻ കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ഇടും. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മസാലകൾ കുറച്ച് മുളക്, അധികം ഇടുന്നില്ല. പപ്പക്കായ ആയതുകൊണ്ട് നമുക്ക് അധികം എരിവിൻ്റെ ആവശ്യമില്ല. ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അധികം ഇടുന്നില്ല. ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. വേപ്പില, അത് നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പിലയാണ്. വേപ്പില നമുക്ക് വീട്ടിലുണ്ടായതാണ്, അതിടാം. വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശകലം ഞാൻ സുറുക്ക് ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് പുളി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നാലും അധികമായി പോകരുത്. അത് കഴിയുമ്പോൾ നമുക്ക് ഇതാ ഞാൻ പപ്പക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പക്കായ ആവി കയറ്റി വെച്ചതാണ്, അരിഞ്ഞിട്ട് ഞാൻ ആവി കയറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് മിക്സ് ചെയ്തിടാം. ഞാൻ ഇത്ര സമയം ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്കത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടും ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ആവി കയറ്റിയ കാരണം കൊണ്ട് ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഇനി ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമ്മളുടെ അച്ചാർ ഏതാണ്ട് റെഡിയായി. ഇനി അതിന് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് നല്ലവണ്ണം തിളപ്പിച്ച വെള്ളം ആറിയത് ഇതിനകത്തേക്ക് ബോട്ടിലിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആറിയതിന് ശേഷം ഇതിൻ്റെ ആവിയൊക്കെ പോയി നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ പപ്പക്കായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ സുറുക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പപ്പക്കായ അച്ചാർ റെഡി. ഞാൻ ഇനി ബോട്ടിലിട്ടിട്ട് കാണിക്കാം. നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എള്ളെണ്ണ ഒഴിച്ച് അത് നമുക്ക് കുപ്പിയുടെ അടിയിലും മേലെയും കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ എണ്ണ തിളപ്പിക്കുന്നത്. നമ്മളപ്പോൾ അച്ചാറിടാനുള്ള കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ശകലം ചൂടാറിയ എണ്ണയാണ്, തിളപ്പിച്ച് വെച്ചിട്ടുള്ള എണ്ണയാണ്. അതിനകത്തേക്ക് ഇത് അച്ചാറെല്ലാം ഇടാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ചട്ടിയിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒഴിക്കുകയാണ്. ബാക്കി വെള്ളം കൂടെ ഒഴിക്കാം.